ഫ്രണ്ട്സ്, റെൻഡേ ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വൈകിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടത്തെ ഒരു അവസ്ഥ അതാണ്. ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറ്റൂല. ഒക്കെ എക്കുണ്ട്. അപ്പൊ ഇന്ന് പിന്നെ എനിക്ക് നമ്മൾ പല വീഡിയോയിലും ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞത് ചപ്പാത്തിയാണ്. എന്റെ പെണ്ണുമ്പിള്ളക്ക് അത് ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര മടിയാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കാൻ വെച്ചാണ്. ഇന്നിപ്പോ എന്തോ ഭാഗ്യത്തിന് ഞാൻ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറയണമെന്ന് ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ആയിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ. ഞാൻ ഇരുന്ന ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്നു. വന്നപ്പോ അതിനെ പറ്റിയിട്ടൊന്നും പറയണമെന്ന് കേൾക്കണമെന്നില്ല. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്ന കരുതിയിട്ട് വന്നതാ. ഇവിടെ വന്ന് നോക്കുമ്പോ ഉണ്ടാക്കണം, മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പരത്തിക്കോളാം, എനിക്ക് ചപ്പാത്തി പരത്തുന്ന നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പരത്തിക്കോളാ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ചപ്പാത്തി പരത്തൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കി കഴിച്ച് കറി ഉണ്ടാക്കണം, എന്നിട്ട് വേണം നമുക്ക് ലൈവില് കയറാൻ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇനി ചോദിക്കേട്ടാ, ഇത് മാത്രം കേട്ടോളൂ തരില്ലട്ടാ. ഒരു ദിവസം ചപ്പാത്തി ഉണ്ടാക്കല് നമ്മളവർ പറയണ്ടായിരുന്നു പോകുന്നു. പിന്നെ നിങ്ങൾ പിന്നെ ഞങ്ങൾക്കാർക്കും ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇഷ്ടമല്ലോ വെച്ചിട്ട് തന്നെ. എന്താ ഞാൻ പറ്റുന്ന ഇത്ര വലിയ ക്ലിയർ ഒന്നുമില്ലല്ലോ. എന്തിന് ആയിട്ടില്ല, അവസാനം തരണ്ടോ ഓനങ്ങനെ വരുത്തണത്. തരാട്ടാ, ലാസ്റ്റ് തരണ്ടട്ടാ. ഇച്ചി താത്തണം. അങ്ങനെ അതാ വിച്ച് തന്നെ അടിപൊളി എടുത്താത്തിണ്ടോ കോട്ടാ. എന്ത് പോലെയാണോ ഇതുകൊണ്ടാണ് അമ്മ പൂരി ഉണ്ടാക്കുക. പൂരി പൂരിക്ക് കുറച്ചുകൂടി സാധനം ഞാൻ പറ്റുവാന്ന്. എന്താ പാട്ടാ അത്? പിന്നെ ബാബേട്ടനെ ഒരേ നിർബന്ധം, ബാബേട്ടൻ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം ബാബേട്ടനുള്ള ചപ്പാത്തിന്ന്. ഞാൻ കുറേ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാന്ന്. പറ്റില്ല പറഞ്ഞു. അപ്പോൾ കസേര വേണോ? എങ്ങനെ അങ്ങനെ ഉണ്ടാക്കുക? രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് വന്നിട്ട് എന്നെ കൊണ്ട് ഇപ്പോ ചപ്പാത്തി പരത്തിച്ചു. അല്ലുമുണ്ടല്ലേ ഇപ്പൊ ഉണ്ടാക്കണോ എന്നിട്ട് പറയണ കേട്ടില്ലേ, ബാബുവേട്ടൻ തന്നെ ഉണ്ടാക്കണം, ബാബുവേട്ടനെ കഴിക്കണം തോന്നുകയാണ്. കക്കാല വേണ്ട, അച്ചയ്ക്ക് വേണ്ട കേട്ടോ. അതുകൊണ്ട് കുട്ടിയുടെ സ്നേഹം നോക്കി നിങ്ങള്. അച്ചയ്ക്ക് കക്കാലം എന്റെയാണ്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയോണ്ട് ഞാൻ കറി ഉണ്ടാക്കിയാലോ. ഇടാൻ പാത്രം വേണ്ട, ഈ ചക്കനാണ്. ഇതാണ് നമ്മുടെ ചപ്പാത്തി. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ചട്ടി ഇല്ല കേട്ടോ നമുക്ക്. ഫ്രൈ പാനാണ്, പഴയ ഫ്രൈ പാനാണ്. അതിലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ദോശത്തവ. അടി കിട്ടണോ വെച്ചിട്ടാ? നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ വേണം ചപ്പാത്തിക്ക്. അതെ, എന്നാൽ 1 കിലോ ചിക്കൻ വാങ്ങിയാൽ മതിയായിരുന്നു. അപ്പൊ നിങ്ങള് അങ്ങനെയൊക്കെ അറിയോ? നമുക്ക് പോയിട്ട് 1 കിലോ ചിക്കൻ മേടിച്ചിട്ട് കുക്കറിൽ ഒറ്റ വിസിലടിപ്പിക്കും. നാളത്തെ പോലെ ഇല്ല, 8 മണിയാവും. കട്ടിയട്ടെ. അങ്ങനെതാ ലാസ്റ്റ് ചപ്പാത്തിയും റെഡിയായില്ലോ കേട്ടാ. റെഡിയായി. ലാസ്റ്റ് ചപ്പാത്തി വരെ ഞാൻ തന്നെ ഉണ്ടാക്കണം. അല്ലട്ടാ, അതിന്റെ സെന്റർ പോർഷനിൽ കുറച്ച് ചപ്പാത്തികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലേ? എന്തുകൊണ്ടാ ഉണ്ടാക്കി? ഞാൻ പുറത്തു പോയോണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചപ്പാത്തി അവിടെ ഒക്കെ ആയി. ഇനി ഇതായിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ. ഓക്കെ,
പഠിക്കണ പുസ്തകം പോലും ഇത്രയും എന്താ പറയുക ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് വായിക്കില്ല കേട്ടോ. അപ്പോൾ വായിക്കണ എന്താ അറിയോ, പത്രത്തിലെ മരണ പേജ്, അതോ ഏതോ കാലത്തുള്ള പത്രത്തിലെ മരണ പേജ്. ഇതാ ആ മുഖമൊന്ന് കാണിക്ക്, ആ മുഖമൊന്ന് കാണട്ടെ എല്ലാവരും. പഠിക്കാൻ കള്ളത്തിയാണ്. എനിക്ക് മരണ പേജ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിലാണെങ്കിൽ പോലും അവിടെ സ്റ്റാഫ് റൂം പോയി ചോദിച്ചിട്ട് മരണ പേജ് മാത്രം വായിച്ചിട്ട് കൊടുക്കലുണ്ട്. ഈ വയസ്സ് കൂടുതലായിരിക്കാം കുറവായിരിക്കാം സെഞ്ചുറി അടിച്ചോ നോക്കാനാണ് അത്ര. ഒരു ഞാൻ പറഞ്ഞ താത്ത അമ്മ ഇതിലല്ല മഴ പെയ്യുന്നുണ്ട് കുണ്ണി 114 വയസ്സ്. ആലോചിക്കണം കൈസ്, 114 വയസ്സ്. അപ്പൊ എനിക്ക് മരണ പേജ് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെയാണ് മരണ പേജ് ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കും. ആ മരണ പേജ് തന്നെ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല കേട്ടോ. ഗൈസ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ ഊട്ടിയായി മാറിയിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട് പാട്ടാ? സൂപ്പർ. മുത്തുമണിയിലുണ്ടാക്കി. അപ്പോൾ ഇതാ ഇന്ന് വൈകുന്നേരത്ത് ഞങ്ങൾക്ക് ചപ്പാത്തി, കറി, കട്ടൻ ചായ അല്ലേ?